3 പതിറ്റാണ്ടുകൾ, 2 സംസ്ഥാനങ്ങളിലെ പോലീസ് സേന, നൂറുകണക്കിന് കൊലപാതകങ്ങൾ. സത്യമംഗലം കാടുകളുടെ അധിപനായിരുന്ന ആ മനുഷ്യനെ പിടിക്കുവാൻ സർക്കാർ ചെലവാക്കിയത് കോടിക്കണക്കിന് രൂപയാണ്. ഒടുവിൽ ഒരാംബുലൻസിനുള്ളിൽ വെച്ച് ആ സാമ്രാജ്യം തകർന്നത് എങ്ങനെ? കാടിനുള്ളിലെ ഒരിലയനങ്ങിയാൽ പോലും അത് വീരപ്പൻ അറിയുമായിരുന്നു. ആയിരക്കണക്കിന് ആനകളെ വേട്ടയാടിയ, കാടിനെ വിറപ്പിച്ച വീരപ്പൻ എങ്ങനെയാണ് പോലീസിനെ 30 വർഷം വെട്ടിച്ചു നടന്നത്? അയാൾ വെറുമൊരു കൊള്ളക്കാരനായിരുന്നോ, അതോ ഗ്രാമവാസികളുടെ റോബിൻഹുഡോ? കന്നഡ സൂപ്പർ സ്റ്റാർ രാജ്കുമാറിനെ കാട്ടിലേക്ക് കടത്തിക്കൊണ്ടുപോയ ആ 108 ദിവസങ്ങൾ ഓർമ്മയുണ്ടോ? ഇന്ത്യയെ മുഴുവൻ മുൾമുനയിൽ നിർത്തിയ വീരപ്പൻ എന്ന മനുഷ്യൻ കാടിനുള്ളിൽ എങ്ങനെയാണ് ഒരു സമാന്തര സർക്കാർ ഭരിച്ചത്? വീരപ്പന്റെ ജീവിതത്തിലെ അധികമാരും അറിയാത്ത രഹസ്യങ്ങളിലേക്ക്. സത്യമംഗലം കാടുകളിലെ രാവണൻ, വീരപ്പന്റെ വീരഗാഥ. സത്യമംഗലം കാടുകൾ നിഗൂഢതകൾ നിറഞ്ഞ, സൂര്യപ്രകാശം പോലും മണ്ണിൽ വീഴാൻ ഭയപ്പെടുന്ന കൊടും വനം. അവിടെ ഒരു അദൃശ്യ രാജാവുണ്ടായിരുന്നു. പേര് കേട്ടാൽ പോലീസും ഭരണകൂടങ്ങളും വിറയ്ക്കുന്ന പേര്: കൂസുമുനിസ്വാമി വീരപ്പൻ. ഗോപിനാഥം എന്ന ചെറിയ ഗ്രാമത്തിൽ ജനിച്ച വീരപ്പൻ കളിപ്പാട്ടങ്ങൾക്ക് പകരം ചെറുപ്പത്തിലെ കയ്യിലെടുത്തത് തോക്കുകളായിരുന്നു. കാടവന് വെറുമൊരു സ്ഥലമായിരുന്നില്ല, അതവന്റെ കോട്ടയായിരുന്നു. കാട്ടിലെ ഓരോ മരവും ഓരോ മൃഗവും അവന് വഴികാട്ടികളായി. തുടക്കത്തിൽ ആനകളെയായിരുന്നു ലക്ഷ്യം. ആനകളുടെ നിലവിളികൾ കാട്ടിലുയർന്നു. കൊമ്പുകൾക്കായി ആയിരക്കണക്കിന് ആനകൾ വീണു. പിന്നീട് ചന്ദനമരങ്ങളായി ലക്ഷ്യം. കോടികൾ കാട്ടിനുള്ളിലേക്കൊഴുകി. തന്റെ സാമ്രാജ്യത്തിലേക്ക് കടന്നുവരുന്നവരെ വീരപ്പൻ വെറുതെ വിട്ടില്ല. എന്നെ പിടിക്കാൻ ആർക്കും കഴിയില്ല, അതായിരുന്നു അയാളുടെ വെല്ലുവിളി. തന്നെ തേടി വന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയും പോലീസുകാരെയും അയാൾ നിഷ്കരുണം കൊന്നുതള്ളി. 184 പേരുടെ രക്തം അയാളുടെ കൈകളിലുണ്ടായിരുന്നു. ഒരു വശത്ത് ക്രൂരനായ കൊലയാളി, മറുവശത്ത് ഗ്രാമീണർക്ക് പണം വാരി നൽകുന്ന റോബിൻഹുഡ്. പിരിച്ചുവച്ച വലിയ മീശയും തോളിലൊരു തോക്കുമായി നടക്കുന്ന ആ രൂപം 2 സംസ്ഥാനങ്ങളുടെയും ഉറക്കം കെടുത്തി. 2000 ആണ്ട് ഇന്ത്യയെ തന്നെ ഞെട്ടിച്ച ആ വാർത്ത പുറത്തുവന്നു. കന്നഡ സിനിമാ ലോകത്തെ ദൈവം സാക്ഷാൽ ഡോക്ടർ രാജ്കുമാറിനെ വീരപ്പൻ തട്ടിക്കൊണ്ടുപോയി. ഗാജനൂരിലെ ഫാം ഹൗസിൽ നിന്ന് കാടിന്റെ ഇരുളിലേക്ക് രാജ്കുമാർ മറഞ്ഞു. 108 ദിവസങ്ങൾ തമിഴ്നാടും കർണാടകയും മുൾമുനയിൽ നിന്നു. കാട്ടിനുള്ളിൽ രാജ്കുമാർ വീരപ്പന്റെ തടവുകാരനായി. ഒടുവിൽ വൻതുക മോചനദ്രവ്യം നൽകി സർക്കാരുകൾക്ക് മുട്ടുമടക്കേണ്ടി വന്നു. വീരപ്പൻ എന്ന പേര് ഇന്ത്യ മുഴുവൻ അറിഞ്ഞു. വീരപ്പന്റെ അഹങ്കാരത്തിന് അറുതി വരുത്താൻ തമിഴ്നാട് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് തലവൻ കെ വിജയ്കുമാർ തീരുമാനിച്ചു. നേരിട്ടുള്ള യുദ്ധം തോൽക്കുമെന്ന് അവർക്കറിയാം. കാരണം കാട് വീരപ്പന്റെ കൂടെയാണ്. അതിനാൽ അവർ ഒരു ചതിക്കുഴിയൊരുക്കി. ഓപ്പറേഷൻ കൊക്കൂൺ. കാട്ടിലെ ജീവിതം വീരപ്പന്റെ ശരീരത്തെ തളർത്തിയിരുന്നു. കണ്ണിന് കാഴ്ച കുറഞ്ഞു തുടങ്ങി. വിശ്വസ്തരെന്ന് കരുതി കൂട്ടകൂട്ടിയവർ പലരും പോലീസിന്റെ ചാരനാണെന്ന് വീരപ്പൻ അറിഞ്ഞില്ല. കണ്ണിന് ചികിത്സ തേടി കാടിനു പുറത്തിറങ്ങാൻ വീരപ്പൻ പദ്ധതിയിട്ടു. ഒരാംബുലൻസിൽ ആശുപത്രിയിലേക്ക് പോകാനായിരുന്നു പ്ലാൻ. പക്ഷേ തന്നെ കൊണ്ടുപോകാൻ വന്ന ആംബുലൻസ് മരണത്തിലേക്കുള്ള വണ്ടിയാണെന്ന് അയാൾ അറിഞ്ഞില്ല. ആ വണ്ടി ഓടിച്ചിരുന്നത് പോലീസുകാരനായിരുന്നു. 2004 ഒക്ടോബർ 18 രാത്രി, നിലാവുള്ള രാത്രിയിൽ ധർമ്മപുരിയിലെ പാപ്പാരപ്പട്ടി എന്ന സ്ഥലത്ത് വെച്ച് ആംബുലൻസ് സഡൻ ബ്രേക്കിട്ടു. ചുറ്റും നിന്നും ഫ്ലഡ് ലൈറ്റുകൾ തെളിഞ്ഞു. വീരപ്പൻ വണ്ടിയിൽ നിന്നിറങ്ങി കീഴടങ്ങോ. വിജയ്കുമാറിന്റെ ശബ്ദം മുഴങ്ങി. പക്ഷെ തോൽക്കാൻ വീരപ്പൻ തയ്യാറായിരുന്നില്ല. ആംബുലൻസിനുള്ളിൽ നിന്ന് വെടിയൊച്ചകൾ ഉയർന്നു. മറുപടിക്ക് പോലീസ് കാത്തിരുന്നില്ല. ഗ്രനേഡുകളും വെടിയുണ്ടകളും ആംബുലൻസിനെ തുളച്ചുകയറി. നിമിഷങ്ങൾക്കകം വെടിയൊച്ചകൾ നിലച്ചു. 30 വർഷത്തോളം പോലീസിനെ വട്ടം ചുറ്റിച്ച, കാടിന്റെ മുക്കും മൂലയും സ്വന്തം കൈവെള്ള പോലെ അറിഞ്ഞിരുന്ന ആ കാട്ടുകള്ളൻ ചോരയിൽ കുളിച്ചുകിടന്നു. ആ പിരിച്ച മീശ മണ്ണിൽ പതിഞ്ഞു. ഒരു വലിയ സാമ്രാജ്യത്തിന്റെ അന്ത്യമായിരുന്നു അത്. ഇന്നും സത്യമംഗലം കാടുകളിൽ കാറ്റ് വീശുമ്പോൾ ആ പഴയ വെടിയൊച്ചകൾ കേൾക്കാറുണ്ടെന്ന് ചിലർ വിശ്വസിക്കുന്നു. വീരപ്പൻ മരിച്ചു, പക്ഷേ ആ കഥ ഇന്നും ജീവിക്കുന്നു.